ദിവസം രാത്രി നന്ദനയും ശ്രീരേഖയും തമ്മിൽ പൊരിഞ്ഞടിയായിരുന്നു. ആ അടി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ലൈവില് ഇപ്പോഴും ആ അടിയുടെ ബാക്കി പത്രങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടി മറ്റൊന്നിലല്ല, ഐസ്ക്രീം എടുത്തതുമായി ബന്ധപ്പെട്ടാണ് അടി സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നന്ദന വന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഐസ്ക്രീം എടുക്കാൻ നോക്കിയ സമയത്ത് ഐസ്ക്രീമിന്റെ ബോക്സ് കാലിയായിട്ടിരിക്കുന്നു. അപ്പോൾ നന്ദന ഇത് ആരെടുത്തു എന്ന് പിന്നീട് ശരണ്യയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. പവർ റൂമിന് കിട്ടിയ ഐസ്ക്രീം ആണല്ലോ, ആരാണ് എടുത്തതെന്ന്. അപ്പോൾ ശരണ്യ പറഞ്ഞു ശരണ്യക്ക് അറിയില്ല, എല്ലാവരോടും ചോദിച്ചു നോക്കൂ എന്ന് ശരണ്യ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ശ്രീരേഖ വിളിച്ചിട്ട് പറഞ്ഞു ഇല്ല ചോദിക്കേണ്ട, ഞാനാണ് എടുത്തതെന്ന് പറഞ്ഞു. ആ വിഷയം പിന്നീട് അവിടെ കഴിഞ്ഞു. പിന്നീട് നന്ദന രാത്രി വന്നിട്ട് ശ്രീരേഖയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നുണ്ട്. ചേച്ചി ആ എടുത്ത കാര്യം ഒന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും വിഷയമാവില്ലായിരുന്നല്ലോ. ഇപ്പം എല്ലാവരും വിചാരിച്ചില്ലേ പവർ റൂമിലുള്ള ഒരു കാര്യം എടുത്തിട്ട് ഞാൻ അറിഞ്ഞില്ല, പവർ റൂമിന് ഒരു ഒത്തൊരുമില്ല എന്നെല്ലാവരും അറിഞ്ഞില്ലേ. ചേച്ചി എടുത്തു എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടിട്ടാന്ന് ഒരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പം ഈ പ്രശ്നം ഉണ്ടാവുമായിരുന്നില്ലല്ലോ. ചേച്ചിക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ഒരു വാക്ക് എൻ്റെ അടുത്ത് പറയാമായിരുന്നു എന്നവിടെ നന്ദന പറഞ്ഞു. അത് ശ്രീരേഖയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അവകാശമുള്ളതാണ് ഞാൻ എടുത്തത്, അത് നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ നിങ്ങളിവിടെ രാത്രി മുട്ടയൊക്കെ പൊരിച്ച് തിന്നുന്നില്ല, നിങ്ങൾ എന്തോരം മുട്ടകൾ കക്കുന്നുണ്ട്, എന്തൊക്കെ നിങ്ങളിവിടെ രാത്രി കുക്ക് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഞാൻ എന്നോട് പറഞ്ഞിട്ടാണോ എന്നോട് ചോദിച്ചിട്ടാണോ എന്നായി പിന്നെ ശ്രീരേഖ അവിടുന്ന്. അപ്പോൾ പിന്നെ നന്ദനയ്ക്ക് കലിപ്പായി. നന്ദന പറഞ്ഞു ചേച്ചി എന്ത് വർത്താനം ഈ പറയുന്നത്, ഞാൻ പറയാത്ത കാര്യങ്ങൾ എന്തിനാണ് ചേച്ചി പറയുന്നത്. അവിടെ മുട്ട മോഷ്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉൾപ്പെടെ മോഷ്ടിച്ചിട്ടുണ്ട്, ഇല്ലാണ്ട് മോഷ്ടിച്ചിട്ടുണ്ട്, അത് ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചേച്ചി സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദൻ അവിടെ തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ശ്രീരേഖ പിന്നെ വിട്ടുകൊടുത്തില്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല, ഞാനിവിടെ ഈ ആഴ്ച പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നന്ദനെ കരച്ചിലാരംഭിച്ചു. ചേച്ചി എന്ത് വർത്താനം പറയണം, ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് നന്ദൻ അവിടെ ചോദിച്ചു. അപ്പോഴേക്കും പിന്നെ ശ്രീരേഖ പറഞ്ഞു ഞാൻ എന്തായാലും ഇതെന്തായാലും ചോദിക്കാതിരിക്കില്ല, എനിക്കിനി ഈ വീട്ടിൽ നിന്ന് ഒന്നും വേണ്ട, ഞാനിനി കേക്ക് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായപ്പോൾ നന്ദനയ്ക്ക് കൂടുതൽ ദേഷ്യം വന്നു. ഈ ചേച്ചി എന്തൊക്കെയാ പറയുന്നത് എന്നുള്ള രീതിയിലായി പിന്നെ നന്ദനയുടെ സംസാരം. അപ്പോൾ നന്ദന പറഞ്ഞു ഞാൻ അത്രയൊന്നും കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല, എനിക്കിത് ബോധിപ്പിക്കേണ്ടത് മുകളിലിരിക്കുന്ന ശ്രീകൃഷ്ണനെയും പിന്നെ എൻ്റെ അച്ഛനെയും മാത്രം ബോധിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ശ്രീരേഖ എന്തിനാണ് അച്ഛൻ മരിച്ചു പോയി അച്ഛനെ വിളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായി പിന്നെ ശ്രീരേഖ. പിന്നെ രാത്രി ഇതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കും മക്കാണൊക്കെ ആയിട്ടാണ് പിന്നീട് അവരവിടെ കിടന്നുറങ്ങിയത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ശ്രീരേഖ ഭയങ്കര കരച്ചിലാണ്, എല്ലാവരുടെ അടുത്തും അച്ഛനെ വിളിച്ചു, എൻ്റെ ഈ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞു, ഞാൻ അഭിനയിക്കുന്നു എന്നൊക്കെ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീരേഖ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നന്ദനയുടെ അടുത്ത് എല്ലാവരും വന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന്. നന്ദന പറയുന്നുണ്ട് ഞാൻ ഐസ്ക്രീം എന്തിനാ എടുത്തതെന്ന് ചോദിച്ചിട്ടില്ല, എടുക്കുമ്പോൾ ഒരു വാക്ക് പറയായിരുന്നു അല്ലെങ്കിൽ എടുത്തു എന്നൊരു വാക്ക് പറയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അതിനാ ചേച്ചി ഇങ്ങനെ ഇട്ട് വളച്ചൊടിക്കുന്നതാണ്. പിന്നെ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞപ്പോൾ ഞാൻ അതിന് മറുപടി പറഞ്ഞു എന്നല്ലാതെ ഞാൻ ചേച്ചീനെ മോശമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് നന്ദന പറയുന്നുണ്ട്. പക്ഷേ ശ്രീരേഖ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നെ മോശമായി പറഞ്ഞു, ലാലേട്ടൻ വരുമ്പോൾ ഞാനിത് ചോദിപ്പിക്കും, എനിക്ക് ഇങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ശ്രീരേഖ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ കുറച്ച് പേര് ശ്രീരേഖയ്ക്കൊപ്പവും കുറച്ച് പേർ ഇപ്പോൾ നന്ദനയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ ഐസ്ക്രീമാണ് വിഷയം.